തിരുവനന്തപുരം മലയൻകീഴ് ചൂഴാറ്റുകോട്ടയിൽ യുവതിയെയും ഭർത്താവിനെയും 9 അംഗ സംഘം ആക്രമിച്ചതായി പരാതി. ചൂഴാറ്റുകോട്ട സ്വദേശി ശ്രീജ, ഭർത്താവ് അനീഷ് എന്നിവരെയാണ് സംഘം ആക്രമിച്ചത്. ഉത്സവത്തിൽ കാണാനായി പോയ ശ്രീജ, ഭർത്താവ് അനീഷ് എന്നിവരെ കണ്ടാലറിയാവുന്ന 9ഓളം പേർ ചേർന്ന് മർദ്ദിച്ചതായാണ് പരാതി. പ്രതികൾക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോവുകയും ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. ആക്രമണത്തിൽ 4 മാസം ഗർഭിണിയായ ശ്രീജയ്ക്കും പരിക്കേറ്റു. ആക്രമണത്തിനിടെ ഭർത്താവിന്റെ കഴുത്തിൽ കിടന്ന മാലയും സംഘം പൊട്ടിച്ചുകൊണ്ടുപോയതായും ശ്രീജ നൽകിയ പരാതിയിൽ പറയുന്നു. നമ്മൾ മലയൻകീഴ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിരുന്ന പരാതിയൊന്നും എടുത്തിട്ടില്ല. വൈഫായിട്ട് ഫാമിലി ആയിട്ടാണ് കാണാൻ വേണ്ടി പോയത്. നമ്മൾ അടിക്കില്ലെന്ന് പലവട്ടം പറഞ്ഞു അവരെടുത്ത്. എന്ന് വെച്ചാൽ ജാതി പറഞ്ഞാൽ നമ്മൾ അടിച്ചത്. തല വയ്യെന്ന് പറഞ്ഞിട്ട് തല സ്കാൻ ചെയ്ത് തല സർജറി ചെയ്തതാണ്. എന്നിട്ടും അവരത് കേൾക്കാതെ മനഃപൂർവ്വം എടുത്ത് അടിച്ചതാണ്. വൈരാഗ്യം തീക്കും പോലും അറിഞ്ഞോ ഒരാൾ ഒരു 8-10 പേരാണ് എന്നെ അടിച്ചത്. എന്നിട്ട് അവർ വിട്ടില്ല, വിടെന്ന് പറഞ്ഞിട്ട് പോലും. എൻ്റെ മോനെ അടിച്ചെടുത്ത് മണ്ടയും പൊട്ടി മെഡിക്കൽ കോളേജ് ഇട്ടിട്ട് ഇന്നലെ രാവിലെയാണ് കൊണ്ടുവന്നത്. അവൻ്റെ കാലും പോയി മണ്ടയിലും. ഇതെല്ലാം ചെയ്തത് കോലക്ഷൻ്റെ മോനാണ്. അതിന് നടപടി എടുത്തേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് തമ്പുരാൻ കോഴി കയറാൻ വേണ്ട, ഒന്നും ചെയ്യണ്ട. കാവലുകൾ പോകണമില്ല, കാവലുകളെ വീട്ടിൽ പൈസയ്ക്കും വരണ്ട. നമ്മൾ ഇവിടെ ഉള്ള ആരും അങ്ങോട്ട് പൊയ്ക്കൂടെ. അവിടെ ചെന്ന് ചെണ്ടമേളത്തിൻ്റെ കൂടെയോ അവരുടെ ആഘോഷങ്ങളിലോ ഇവിടെ കളിയോ ഒന്നും പാടില്ല. നമ്മൾ കളിച്ചെന്നും പറഞ്ഞാണ് ഇവർ ആദ്യം തുടക്കമായിരുന്നത് ഓരോ പ്രശ്നങ്ങൾക്ക്. എന്നിട്ടാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളും ഉണ്ടും. എന്നിട്ടാണ് അവർ പടയോടെ ഇങ്ങ് വന്ന് ഇവിടെയുള്ള നിരപരാധികളായ പയ്യന്മാരെയാണ് ഉപദ്രവിച്ചിരിക്കുന്നത്.